മത്തി മിക്സിയുടെ ജാറിലിട്ടിട്ട് ദാ ഇതുപോലെ ഒന്ന് കറക്കി നോക്കൂ. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല കേട്ടോ. അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു അടിപൊളി കൂട്ടാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, ദോശ എല്ലാത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി കോംബോ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഏകദേശം ഒരു 1/2 കിലോ മത്തി ഉണ്ടാവും കേട്ടോ. നല്ല ഫ്രഷ് മത്തിയാണ്. കുഞ്ഞൻ മത്തിയല്ല, എന്നാലോ വലിയ മത്തിയല്ല, രണ്ടിൻ്റെയും ഇടയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്നത് പോലെ തന്നെ ഒരു ചെറിയ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂണും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരിത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഒപ്പം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ്. അതിനുശേഷം മീനെല്ലാം ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പൊതിഞ്ഞെടുക്കുക കേട്ടോ. ഈ ഒരു മസാലയിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തന്നെ ചെയ്യാം. മീനിനൊരു ചെറിയ നനവുണ്ടാവുമല്ലോ, ബാക്കിയൊക്കെ ആ ഒരു ചെറിയൊരു നനവിൽ തന്നെ നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ച് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊന്ന് തരണേ. ഒപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കൂട്ട്. അപ്പോൾ വലിയ മത്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ഉഗ്രൻ ടേസ്റ്റിയാണ്. നന്നായിട്ട് തന്നെ മഞ്ഞളും മുളകൊക്കെ ഇതിൽ പിടിച്ച് കിട്ടുന്ന രൂപത്തിൽ ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. മസാലയ്ക്ക് നല്ല രീതിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ തുറന്നിട്ട് ഇത് നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. നമ്മുടെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ വലിയൊരു വലിപ്പമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ മുള്ളൊക്കെ നന്നായിട്ട് തന്നെ നെരിഞ്ഞ് കിട്ടിക്കോളും. ഇപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഇതാ വരിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു റെസിപ്പി ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ട് തന്നെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരണം. ഒരു സൈഡാകുമ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം മത്തിയുടെയൊക്കെ സീസണാണ്. അപ്പോൾ ആരും മടി കൂടാതെ കുറച്ച് മത്തിയൊക്കെ വാങ്ങാം. പലർക്കും അതിൻ്റെ സ്മെല്ലൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, ഒരു പച്ച സ്മെല്ലാണല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു കൂട്ട് റെഡിയാക്കുകയാണെങ്കിൽ അത് ഈ ഒരു മത്തി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് പോലും അറിയില്ല കേട്ടോ. അത്രയ്ക്ക് രുചിയാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലോണം ഇതുപോലെയൊന്ന് മുരിച്ചെടുക്കുക 2 സൈഡും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്ന് 2 മീൻ എടുത്തിട്ട് ഇപ്പം തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. എപ്പോഴാണ് ഈ വീഡിയോ വരിക എനിക്കറിയില്ല. ചോറ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ ചോറിൻ്റെ കൂടെ ഈ ഒരു കൂട്ടായിക്കോട്ടെ. ഇതാ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഞാൻ തലയോട് കൂടിയിട്ടാണ് കേട്ടോ പൊരിച്ചെടുത്തിട്ടുള്ളത്. ചെറിയ മത്തിയല്ലേ, നമുക്കിത് പൊരിച്ചിട്ട് ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഇതിൽ നിന്നും ആ ഒരു കാമ്പെടുത്തിട്ട് തല ആവശ്യമുള്ളവർക്ക് തല കഴിക്കാം കേട്ടോ. തല നന്നായിട്ട് മുരിഞ്ഞിരിക്കല്ലേ, അത് വേസ്റ്റിലോട്ടൊന്നും തള്ളണ്ട. അതിൻ്റെ തലയും മുള്ളൊക്കെ നമുക്ക് കഴിക്കാം. അതവിടെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു പാനിലോട്ട് തന്നെ ഒരു 5-6 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 4 ഇട്ടിട്ടുള്ളൂ. നല്ല എരിവുള്ള മുളകിൻ്റെ പേരിലാണ് ഞാൻ 4 ചേർത്തത്. നമുക്കൊരു 10 വരെ മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ, മുതിർന്നവർക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുക്കാനും അപ്പോൾ തന്നെ നമുക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം എരിവ് ഞാൻ ചേർത്തിട്ടില്ല. താല്പര്യമുള്ളവർക്ക് അത്യാവശ്യം കൂടുതൽ തന്നെ ഒരു 10ഓളം വരുന്ന വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-15ഓളം ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒപ്പം തന്നെ ഒരു പിടി തേങ്ങ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ രാവിലെയൊക്കെ ദോശയുടെ കൂടെയൊക്കെ സൂപ്പർ കോംബോ ആയിരിക്കും. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ട് തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. ഒപ്പം തന്നെ ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ ഒരു കുഞ്ഞ് നെല്ലിക്കയുടെ അത്ര വലിപ്പമുള്ള കുറച്ച് പുളി എടുക്കാം.
പുളിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഒപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല. എല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ പലർക്കും ഇത് എരിവ് മതിയാവില്ല കേട്ടോ. ഞാൻ കുട്ടികളൊക്കെ കഴിക്കാനുള്ളതുകൊണ്ടാണ്, എല്ലാവരും കഴിക്കണമെന്ന് കരുതിയിട്ടാണ് എരിവിൻ്റെ അളവ് കുറച്ച് കൊടുത്തത്. വറ്റൽമുളക് 4 എടുത്തത്, ഒരു 7 8 ഒക്കെ എടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല എരിവില്ലെങ്കിലും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും എരിവുണ്ടാവുക. പിന്നെ നമ്മൾ മീൻ പൊരിച്ചിട്ടുള്ള മുളക് പൊടിയും ഒക്കെ ആകുമ്പോൾ എരിവ് കൂടുമെന്ന പേരിലാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറാകാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു ചെറിയ ഉള്ളിയൊക്കെ കണ്ടല്ലോ, നന്നായിട്ട് തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മത്തിയിൽ നല്ലോണം മുരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഓരോന്നെടുത്ത് കടിച്ചിങ്ങനെ കഴിക്കാനായിട്ട് കടിച്ചാൽ മുള്ള് വരെ പൊടിഞ്ഞു പോവും. അതുപോലെയാണ് കേട്ടോ ഇതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കണ്ടല്ലോ, മുള്ളും വാലും തലയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഇതുമെന്നൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ചെറിയ മത്തിയായതുകൊണ്ട് ഒരു 2 മിനിറ്റൊക്കെ അതുമ്പോൾ പണിയെടുക്കണം അല്ലേ. വലിയ മത്തിയൊക്കെയാണെങ്കിൽ 1 2 മത്തി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇതുപോലെ ഇങ്ങനെ നുള്ളി എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ തലയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ തലയൊക്കെ നല്ല മുരിഞ്ഞിരിക്കല്ലേ, ചോറിൻ്റെ കൂടെയൊക്കെ എടുത്ത് കഴിക്കട്ടോ. അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാക്കിയ തേങ്ങയും ചെറിയുള്ളിയും കാര്യങ്ങളൊക്കെ മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ആദ്യം. അതിന് ശേഷമാണ് നമ്മൾ മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. വേണമെന്നുള്ളവർക്ക് ഈ ഒരു സമയം കാശ്മീരി മുളക് പൊടി ഈ ഒരു തേങ്ങയുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ കളറും കാര്യങ്ങളൊക്കെ കിട്ടും. വലിയ എരിവറ്റുണ്ടാവില്ല. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ആ ഒരു വറ്റൽമുളകും പിന്നെ ആ ഒരു മീനിലുള്ള ആ ഒരു ചെറിയൊരു എരിവും ഒക്കെ മതിയെന്ന് കരുതി. ചിലർ പച്ചമുളകും ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. ഒത്തിരി എരിവ് കൂടിപ്പോയാൽ മക്കൾക്കൊന്നും ഇത് കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് മത്തിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ അരക്കുന്ന സമയത്ത് ഇത് പൊടിഞ്ഞ് കിട്ടാൻ പ്രയാസമാവും. സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുത്താൽ മതിയാകും. പിന്നെ ഒരു തുള്ളി വെള്ളം ഇതിൽ ചേർക്കേണ്ടതില്ല. മീനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് ഇത് പൊരിച്ചത്. എന്നാലും നമുക്ക് ഈ ഒരു മസാലയോട്ടും ഇതിനൊക്കെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നാലും മീനിൻ്റെ ചെറിയ അംശങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി കറക്കിയെടുക്കാം. ഒരിക്കലും നിങ്ങൾ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ അത് അരച്ചെടുക്കാം. നല്ല പൊടി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് മിക്സിയിലല്ല നമ്മൾ ചെയ്യേണ്ടത്, അമ്മിക്കല്ലിലിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു നാടൻ ആ ഒരു രുചിക്കൂട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ അമ്മിക്കല്ലൊന്നും ഇപ്പോൾ എവിടെ ഇല്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ കൂടി അരക്കാനും എല്ലാവർക്കും മടിയാണ്. എനിക്കൊക്കെ എല്ലാവർക്കും മടിയാണ് കേട്ടോ. കാരണം അറിയില്ല, അരച്ചാലത് അരിയില്ല. അപ്പോൾ നമ്മൾ മിക്സിയിൽ തന്നെ ചെയ്യണവരൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ അമ്മിക്കല്ലിൽ അരച്ച് നല്ല ഇതൊക്കെ ഉള്ള ആൾക്കാർ അമ്മിക്കല്ലിൽ തന്നെ ഈ ഒരു നാടൻ കൂട്ട് റെഡിയാക്കി നോക്കണേ, സൂപ്പറായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല നാടൻ വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം. ഇതുപോലെ നമ്മൾ മത്തി കഴിക്കാൻ മടിയുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും അറിയാം മത്തിയിലൊക്കെ ഒരുപാട് പ്രോട്ടീൻസൊക്കെ ഉണ്ട്, വൈറ്റമിൻസും ഉണ്ട്. പക്ഷേ അത് കഴിക്കാൻ പലർക്കും മടിയാണ്. ഇതുപോലെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കളെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവർ നല്ല രുചിയോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ചോറ് വയറ് നിറച്ച് കഴിച്ചോളും. അപ്പോൾ യാതൊരു മടിയും കൂടാതെ ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ മത്തിയൊക്കെ പൊരിച്ചത് ചട്ടിയിലുണ്ടെങ്കിൽ ഒരു 2 3 മത്തിയൊക്കെ എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കണേ. അപ്പോൾ നമ്മൾ സുർക്ക വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല, പുളി ചേർത്തിട്ടുണ്ട് അത്യാവശ്യത്തിനുള്ള. അത് മതി, അത് മാത്രം മതിയാവും. എരിവ് ഒരുപാട് കൂടുതലില്ല, എന്നാലൊരു ആവശ്യത്തിനുള്ള ഒരു നോർമൽ എരിവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഇതുപോലെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടോ? നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.